വല്ലാത്ത കഷ്ടം അനുമോളെ, വല്ലാത്ത കഷ്ടം. നമ്മുടെ അനീഷിൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും ട്രോഫി അനുമോൾക്ക് കൊടുക്കണം. അതിനുവേണ്ടി 16 ലക്ഷത്തിൻ്റെ പണി ഇപ്പോഴാണ് നല്ല രീതിയിൽ സ്ട്രോങ് ആയി എടുക്കുന്നത്. നിങ്ങൾ ഈ ഒരു തംബ്നെയിൽ കണ്ടു നോക്ക്. അതായത് അതുലിൻ്റെ തംബ്നെയിൽ. അതുൽ അനുമോൾക്ക് കപ്പങ്ങ് പ്രഖ്യാപിക്കുകയാണ്. എത്ര കിട്ടിയെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഒരു കാര്യം ഞാൻ പറയുകയാണ്, നമ്മുടെ അനീഷ് പാവം ഒറ്റയ്ക്ക് നിന്നുകൊണ്ട്, നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് നോക്കൂ, എല്ലാവരും അനീഷിനെ അവിടെ അവോയ്ഡ് ചെയ്തിട്ടും പാവപ്പെട്ട മനുഷ്യൻ ഒറ്റയ്ക്ക് നിന്നുകൊണ്ടല്ലേ അവിടെ ഗെയിം കളിക്കുന്നത്. 5 തവണയല്ലേ അദ്ദേഹം ജയിലിലേക്ക് പോകുന്നത്. എന്ത് തെറ്റാണ് അദ്ദേഹം ചെയ്തത്? ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കാം. മക്കളെ, നിങ്ങൾ അതായത് യൂട്യൂബിൽ കാണുന്ന PR-നെ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത്. സമ്മർ മീഡിയ, റാജ് ടാൾക്സ്, ഈ പറയുന്ന അതിലിന് വലിയ പൈസ ഒന്നും കിട്ടിയിട്ടില്ല, എന്തെങ്കിലും ഇടയ്ക്ക് ചെറിയ പൈസ കിട്ടിയിട്ടുണ്ട്, അത്രമാത്രമാണ്. ഈ റാജ് ടാൾക്സും സമ്മർ മീഡിയയും ഇനിയാണ് പണി തുടങ്ങാൻ പോകുന്നത്. പൊന്നുമക്കളെ, ഒരു കാര്യം ഞാൻ പറയുകയാണ്, അടുത്ത സീസൺ 8 വരുമ്പോൾ ആർക്കെങ്കിലും PR കൊടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന റാജ് ടാൾക്സിനും സമ്മർ മീഡിയക്കും കൊടുത്താൽ മതി. ഓക്കെ, നല്ല പണിയെടുക്കുന്നുണ്ട്. അതായത് അനുമോൾ അങ്ങനെ ചെയ്തു, അനുമോൾ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് വെറുതെ വാർത്ത കൊടുക്കുകയാണ്. അത് കാണുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാരാണ്. പാവപ്പെട്ട നമ്മുടെ അനീഷിനെ കുറിച്ച്, അതായത് അനീഷ് അവിടെ ഗെയിം കളിക്കുന്നുണ്ട്, ആ ഗെയിമിനെ പറയാൻ ആളില്ല എന്നതാണ് സത്യം. എവിടെ അതിലിന് വലിയ പൈസ ഒന്നും കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്തില്ലെങ്കിലും ഒരു സമ്മർ മീഡിയ കൊടുത്തതായിട്ടുണ്ടാവും 10, 30, 40,000 റുപ്യ ഈ പറയുന്ന അതുലിന് കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് അതുലിന്റെ തംബ്നെയിൽ നിങ്ങൾ നോക്കണം. എന്തൊരു വൃത്തികെട്ട തംബ്നെയിലാണ് അതുലിനെ വെക്കുന്നത്. അനുമോൾ ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ, മികച്ച രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ അനീഷിൻ്റെ കാര്യം ഞാൻ പറയുന്നത്, അനീഷ് ഗെയിം കളിക്കുന്നുണ്ട് അവിടെ, ഒറ്റയ്ക്ക് നിന്ന് ആണത്തത്തിലാണ് അനീഷ് അവിടെ ഗെയിം കളിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം ഫൈൻ. ഇവിടെ അനുമോൾ ഒരു ഗെയിമും കളിക്കുന്നില്ല. ഇതുവരെ ഒരു ക്യാപ്റ്റന് പോലും അനുമോൾ ആയിട്ടില്ല, ഒരു ടാസ്കിൽ പോലും അനുമോൾ വിജയിച്ചിട്ടില്ല. ആ അനുമോൾക്ക് കപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അതായത് മേടിച്ച പൈസക്ക് പണിയെടുക്കുന്നു എന്ന് മാത്രം. പൊന്നുമക്കളെ, അതില് ഈ തംബ്നെയിൽ കൊടുത്ത് പറയുകയാണ്, അനുമോളെ പുറത്താക്കാൻ കട്ടപ്പ സൈത്യ രംഗത്ത് നിന്ന്. സൈത്യ ഇപ്പോൾ ഇവളെ പുറത്താക്കണോ? സൈത്യക്ക് വേറെ പണിയില്ലേ? പൊന്നുമക്കളെ, എന്താണ് ഈ അതുലിന് പറയാനുള്ളത്? കുറേ തംബ്നെയിലൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള സൈത്യക്ക്, അതായത് സൈത്യ പണിയെടുക്കുന്നുണ്ട്, അനുമോളെ പുറത്താക്കാൻ വേണ്ടി സൈത്യ പണിയെടുക്കുന്നുണ്ട് എന്നാണ് അതുൽ പറയുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, അനു നല്ലൊരു ഗെയിമറാണ്, അവള് നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. പക്ഷെ അവളുടെ PR-കൾ ബാക്കിയുള്ളവരെ നെഗറ്റീവ് ആക്കുന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് നിർത്തുക. അനുമോളെ മാത്രം ഫോക്കസ് ചെയ്ത് അവളുടെ പോസിറ്റീവ് സാധനങ്ങൾ മാത്രം ഇട്ട് അവളെ വിൻ ചെയ്യിപ്പിക്കാൻ നോക്കുക. ബാക്കിയുള്ളവരെ ഡീഗ്രേഡ് ചെയ്യാതിരിക്കുക. അത്ര എനിക്ക് പറയാനുള്ളൂ. ഈ കട്ടപ്പ ശൈത്യക്ക് പിന്നീന്ന് കുത്ത് രക്തത്തിലരിഞ്ഞ് ചേർന്നിട്ടുള്ളതെന്നാണ്, ഇതുവരെ മാറിയിട്ടില്ല. ആദ്യം അനുമോൾ ഒന്ന് പൊക്കി അടിച്ചിട്ട് പറഞ്ഞു അവളെ PR ശരിയല്ല കേട്ടോ, അവര് മറ്റോ. പൊന്നുമക്കളെ, സൈത്യ പറയുകയാണ് അനുമോൾ നല്ലൊരു ഗെയിമറാണ്. അത് തെറ്റാണ് സൈത്യ. അനുമോൾ നല്ലൊരു ഗെയിമറേ അല്ല. ബിഗ് ബോസ് എങ്ങനെയാണോ കളിക്കേണ്ടത്. പിന്നെ സൈത്യ രണ്ടാമത്തെ കാര്യം പറഞ്ഞത് വളരെ ശരിയാണ്. അതായത് 16 ലക്ഷം മേടിച്ച ടീം എന്ത് ചെയ്യണം? അനുമോളെ മാത്രം പൊക്കി പറയണം. അവർ എന്തിന് അനീഷിനെ തള്ളി പറയുന്നു? അവർ എന്തിന് ഷാനവാസിനെ തള്ളി പറയുന്നു? അതിനെന്ത് അവകാശമാണ് അവർക്കുള്ളത്? 16 ലക്ഷത്തിന്റെ PR-ന്റെ പണിയാണ് അവർ എടുക്കുന്നത്. ഓക്കെ, അനുമോളെ മാത്രം പൊക്കി പറയാമല്ലോ. ഇവിടെ അനീഷ് ചീപ്പാണ്, അനീഷിന്റെ ഗെയിം കൊള്ളില്ല, അങ്ങനെയൊക്കെ എന്തിനാണ് അവർ പറയുന്നത്? എന്താ അല്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണുന്ന മലയാളി പ്രേക്ഷകരോട് ഞാൻ പറയുകയാണ്, സമ്മർ മീഡിയ നിങ്ങൾ വിശ്വസിക്കാൻ പാടില്ല, റാജ് ടാൾസിനെ നിങ്ങൾ വിശ്വസിക്കാൻ പാടില്ല. അവരാണ് മെയിൻ. ഈ 16 ലക്ഷത്തിൽ 10 ലക്ഷം സമ്മറിനാണെങ്കിൽ 5 ലക്ഷം ഈ റാജിനാണ് പോകുന്നത്. ഓക്കെ, ബാക്കിയുള്ള 1 ലക്ഷത്തിൽ ഈ അതുലിന് ചെറിയത്, ഈ കമന്റ് ഇടുന്നവർക്കൊക്കെ ബാക്കിയുള്ളത്. 10 ലക്ഷം സമ്മർ മേടിക്കുകയാണെങ്കിൽ 5 റാജ്, ബാക്കി 1 ലക്ഷത്തിനാണ് ബാക്കി കളി. ഓക്കെ, അപ്പോൾ മലയാളി പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സമ്മർ മീഡിയയെ വിശ്വസിക്കാൻ പാടില്ല. അതിൽ കുറേ പേര് സമ്മർ മീഡിയയെ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ബിഗ് ബോസിന്റെ എല്ലാ അപ്ഡേറ്റും അതിൽ കിട്ടുന്നുണ്ട് എന്നാണ്. പക്ഷേ സീസൺ 6 വരെ ഏകദേശം ശരിയായിരുന്നു. സീസൺ 7 ആവുമ്പോൾ അതൊരു അനുമോൾ സമ്മർ മീഡിയ എന്ന് എനിക്ക് പേരിടണം. അനുമോൾ എന്ത് ചെയ്താലും നമ്മുടെ അനുമോൾ അങ്ങനെ പറഞ്ഞു, നമ്മുടെ അനുമോൾ ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ മാത്രമാണ് സമ്മർ പറയുന്നത്. റാജിന് ഞാൻ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ആ കിളവന് റാജിന്, അതായത് ആ കിളവൻ പറയുന്നത് അനുമോൾ വലിയൊരു സംഭവം എന്നാണ്. നിങ്ങൾ പറയുമ്പോൾ പറയും പൈസ മേടിച്ചതല്ലേ ബ്രോ, ചെയ്തോട്ടെ. ഓക്കെ, ചെയ്തോട്ടെ. എന്തിനാണ് അനീഷിനെ തള്ളി പറയുന്നത്? ബിഗ് ബോസ് കാണുന്ന മലയാളി പ്രേക്ഷകരോട് ഒരു കാര്യം ഞാൻ പറയുകയാണ്, നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കളി കാണണം, നല്ല അടിപൊളിയായിട്ട് കളി കണ്ടതിന് ശേഷം ആരാണോ മികച്ച രീതിയിൽ ഗെയിം കളിക്കുന്നത് അവർക്കാണ് നമ്മൾ വോട്ട് ചെയ്യേണ്ടത്. അല്ലാതെ ഈ പറയുന്ന സമ്മർ മീഡിയ, മറ്റൊരുത്തനുണ്ട് വോട്ടിംഗ് റിസൾട്ട്, ദി ഗല്ലി ബ്രോയോ, ഈ ചങ്ങായി
ഈ ചങ്ങായി എല്ലാ അനുമോളുടെ PR ആണ്. ഓക്കെ, ഇവൻ എങ്ങനെയാണ് PR? ഇവന് ചെറിയ പൈസയാണ്, ലക്ഷങ്ങളൊന്നുമില്ല, 10,000 20,000 അങ്ങനെയാണ്. അതായത് വോട്ടിംഗ് റിസൾട്ടിൽ അനുമോൾക്ക് 1ാം സ്ഥാനം കൊടുക്കണം, വേറെ ഒന്നുമില്ല എൻ്റെ പണി. അതായത് വോട്ടിംഗ് റിസൾട്ട് എന്ന് പറയുന്നത് പച്ചക്കളവാണ്, അവൻ തന്നെ തയ്യാറാക്കുന്ന വോട്ടിംഗ് റിസൾട്ടാണ്. അതിൽ എല്ലാ ദിവസവും 1ാം സ്ഥാനം കൊടുക്കേണ്ടത് അനുമോൾക്കാണ്. അതായത് കഴിഞ്ഞ ആഴ്ച വലിയ പ്രശ്നം, ഈ അനീഷ്, അനുമോൾ, മറ്റു നമ്മുടെ ഷാനവാസ് ഒക്കെ ഒരുമിച്ച് നോമിനേഷനിൽ വന്ന സമയത്ത് വലിയ പ്രതിഷേധമുണ്ടായി. അപ്പോൾ ഈ ചങ്ങായി എന്ത് ചെയ്യുന്നു, ഒരു വീഡിയോയിൽ അനീഷ് 1ാം സ്ഥാനത്ത് എന്ന് പറയുന്നു, മറ്റേ വീഡിയോയിൽ അനുമോൾ 1ാം സ്ഥാനത്ത് എന്ന് പറയുന്നുണ്ട്. അതൊക്കെ വെറുതെയാണ്. വോട്ടിംഗ് റിസൾട്ട് അതല്ലേ അല്ല. ഞാനൊരു കാര്യം പറയുക, നമുക്ക് വോട്ടിടാൻ ചാൻസ് കിട്ടുന്നത് രാത്രിയും പകലുമാണ്. ഇവൻ 5 തവണ വോട്ടിംഗ് റിസൾട്ട് കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെ വെറുതെയാണ്. ഓക്കെ, അതായത് ഇവന്റെ ഡ്യൂട്ടി 1ാം സ്ഥാനം അനുമോൾക്ക് കൊടുക്കുക, അത് മാത്രമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആരാണ് മികച്ച രീതിയിൽ ഗെയിം കളിക്കുന്നത് അവർക്കാണ് നമ്മൾ വോട്ടിടുന്നത്. ഓക്കെ, അല്ലാതെ ഈ പറയുന്ന PR കാര്യങ്ങളൊക്കെ കണ്ടിട്ടല്ല. അപ്പോൾ ഏതാണ് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നത്. ഓക്കെ, ബൈ.